ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. എപ്പോഴെങ്കിലും വളരെ പ്രിയപ്പെട്ട ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ മാറ്റപ്പെടുകയാണെന്ന് തോന്നുമ്പോൾ വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ വേദനയ്ക്ക് പിന്നിലെ ആഴത്തിലുള്ള ചില സൈക്കോളജിക്കൽ സത്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വിശകലനത്തിൽ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. കേൾക്കുമ്പോൾ ഒരുപക്ഷേ അതെ, എന്റെ ഉള്ളിലും ഇങ്ങനെ ചില തോന്നലുകൾ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, ഈ പകരം വയ്ക്കപ്പെടുമെന്ന ഭയം. നമ്മളിൽ പലരും പുറത്ത് കാണിക്കാതെ ഉള്ളിൽ ഒളിച്ചുവെക്കുന്ന ഒരു പ്രത്യേക വികാരമാണത്. ഇതിനെക്കുറിച്ച് നമ്മൾ തുറന്നു തന്നെ സംസാരിക്കണം. നിങ്ങളോട് ഞാൻ നേരിട്ടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോ കുടുംബാംഗങ്ങൾക്കോ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ സാധാരണ നിങ്ങൾ ചെയ്യുന്ന അതേ സഹായം മറ്റൊരാൾ വന്ന് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഉത്കണ്ഠയോ പേടിയോ തോന്നിയിട്ടുണ്ടോ? അയ്യോ, അവരെന്നെ ഒഴിവാക്കി ആ പുതിയ ആളെ കൂടെ കൂട്ടുമോ? എന്റെ സ്ഥാനം പെട്ടെന്നില്ലാതാകുമോ എന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ച് ഭയന്നിട്ടുണ്ടോ? സത്യം പറയൂ, ഈ ചിന്ത പലപ്പോഴും നമ്മളെ വല്ലാതെ പരിഭ്രാന്തരാക്കാറുണ്ടല്ലേ. രണ്ടാമതായി, നമ്മുടെ തലച്ചോറിന്റെ ചില രഹസ്യ അതിജീവന തന്ത്രങ്ങളെക്കുറിച്ച് പറയാം. നോക്കൂ, നിങ്ങളുടെ ഈ ഭയം ഒരിക്കലും നിങ്ങളുടെ വ്യക്തിപരമായ ഒരു കുഴപ്പമോ പോരായ്മയോ ഒന്നുമല്ല കേട്ടോ. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ ചില സീക്രട്ട് ടെക്നിക്കുകളാണ്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്നോ, ഈ തോന്നല് വെറുമൊരു അസൂയയാണോ അതോ മറ്റുള്ളവരെ സ്വന്തമാക്കി വെക്കാനുള്ള ദുർവാശിയാണോ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളെ കോഗ്നിറ്റീവ് സൈക്കോളജി പൂർണ്ണമായും തിരുത്തുന്നുണ്ട്. നിങ്ങളുടെ റോളിൽ മറ്റൊരാൾ വരുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അവിടെ ഒരു സർവൈവൽ പ്രോഗ്രാം, അതായത് ഒരു അതിജീവന തന്ത്രമാണ് ശരിക്കും പ്രവർത്തിപ്പിക്കുന്നത്, അല്ലാതെ ഇതൊരു അസൂയയല്ല. ഇവിടെ നമ്മൾ അബാൻഡൻമെന്റ് അഥവാ ഉപേക്ഷിക്കപ്പെടൽ എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങളെക്കാൾ മികച്ച രീതിയിൽ മറ്റൊരാൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സഹായം ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോർ അത് വളരെ പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കപ്പെടലുമായി കണക്ട് ചെയ്യും. മറ്റുള്ളവർക്ക് എപ്പോഴും എന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ നിൽക്കാൻ അർഹതയുള്ളത് എന്നാണ് നിങ്ങളുടെ മനസ്സ് വിശ്വസിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ആ ജോലി അഥവാ ഉപയോഗം ഇല്ലാതാകുന്നതോടെ അവർ നിങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചു പോകുമെന്ന് തലച്ചോർ ഭയക്കുന്നു. മൂന്നാമത്തെ ഭാഗം നമ്മുടെ കുട്ടിക്കാലമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോർ എപ്പോഴും ഈ ഉപകാരപ്പെടുക എന്നതിനെ നമ്മുടെ അതിജീവനുമായി കണക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. നമ്മുടെ കുട്ടിക്കാലത്തെ സാഹചര്യങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇവിടെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമുണ്ട്. സൈക്കോളജിയിൽ ഇതിനെ കണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നാണ് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടിയെന്ന നിലയിൽ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ കൃത്യമായി ചെയ്യുമ്പോഴോ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു പക്ഷേ സ്നേഹവും അംഗീകാരവും ലഭിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ തലച്ചോറ് അന്ന് തന്നെ ഉറപ്പിച്ചു വെച്ചു, അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ളൂ എന്ന്. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ട വളരെ സങ്കടകരമായൊരു ബേസിക് വിശ്വാസമുണ്ട്. മുതിർന്നതിനു ശേഷവും നിങ്ങളത് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതാണ്, എന്റെ ഉപയോഗം അവസാനിച്ചാൽ അവർക്ക് എന്നോടുള്ള സ്നേഹവും അവസാനിക്കും എന്ന ചിന്ത. നിങ്ങളെ ആർക്കും ആവശ്യമില്ലാത്തൊരു നിമിഷം വരുമോ എന്ന് ഭയന്ന് ജീവിക്കാൻ ഇത് നിങ്ങളെ നിർബന്ധിക്കുകയാണ്. നാലാമതായി, നമ്മുടെ സ്വന്തം വിലയും ഉപയോഗവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. കുട്ടിക്കാലത്തെ ഈ പാഠം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളോട് തന്നെയുള്ള നിങ്ങളുടെ സംസാരങ്ങളെ എങ്ങനെയാണ് വളച്ചൊടിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങളുടെ സെൽഫ് വർത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന സ്വാഭാവികമായ ചോദ്യത്തിന് പകരം നിങ്ങളുടെ മനസ്സിപ്പോൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആർക്കെങ്കിലും ഇപ്പോൾ ഉപകാരപ്പെടുന്നുണ്ടോ എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, സ്നേഹത്തിനു വേണ്ടിയുള്ള ആ അന്വേഷണത്തെ നിങ്ങളുടെ മനസ്സ് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളൊരു ടാസ്കാക്കി മാറ്റിയിരിക്കുന്നുവെന്ന്. ഇവിടെയുള്ള ഈ കൃത്യമായ സൈക്കിൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതാണ് അസ്വസ്ഥതയുണ്ടാക്കുന്ന വിശ്രമത്തിന്റെ ചക്രം അഥവാ അണീസി റെസ്റ്റ് ലൂപ്പ്. ആദ്യം നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായൊരു വിലയുള്ളതായി തോന്നുന്നു. എന്നാൽ ആവശ്യം കഴിയുമ്പോഴോ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം തുടങ്ങുകയായി. ഇതുകൊണ്ടാണ് നിങ്ങളോട് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അതിന് നോ എന്ന് പറയാൻ നിങ്ങൾക്ക് വലിയ പേടിയുണ്ടാകുന്നത്. അതുപോലെ തന്നെ യാതൊന്നും ചെയ്യാതെ വെറുതെ വിശ്രമിക്കുന്നത് നിങ്ങൾക്ക് വല്ലാത്തൊരു ആങ്സൈറ്റി നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അഞ്ചാമത്തെ ഭാഗം നമ്മൾ വീണുപോകുന്ന കെയർ ടേക്കർ കെണിയാണ്. നിങ്ങളുടെ തലച്ചോറിന്റെ ഈ സർവൈവൽ ലോജിക് കാരണം ബന്ധങ്ങളിൽ നിങ്ങൾ നിർബന്ധിതമായി കളിക്കേണ്ടി വരുന്ന വളരെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു റോളിലേക്കാണ് ഇത് നമ്മളെ എത്തിക്കുന്നത്. ഇതിനെ നമുക്കൊരു പീപ്പിൾ പ്ലീസിംഗ് അറ്റാച്ച്മെന്റ് പാറ്റേൺ എന്ന് വിളിക്കാം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അവർ പറയുന്നതിനു മുൻപേ കണ്ട് അത് സാധിച്ചു കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരവസ്ഥ. നിങ്ങളെപ്പോഴും ഇങ്ങനെയൊരു ഇമോഷണൽ കെയർ ടേക്കർ ആകുന്നത് നിങ്ങളുടെ സ്വാർത്ഥതയില്ലായ്മ കൊണ്ടൊന്നുമല്ല കേട്ടോ, മറിച്ച് നിങ്ങളുടെ സ്ഥാനം മറ്റാരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന് ഭയന്നുള്ള വളരെ പരിഭ്രാന്തമായൊരു പ്രതിരോധ സംവിധാനമാണ് ശരിക്കും ഇത്. ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക.
എപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ശക്തിയല്ല, അതൊരു സ്വയം അവഗണിക്കലാണ്. മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെയും നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും എപ്പോഴും മാറ്റിവെക്കുന്നതിലൂടെ നിങ്ങൾ നൽകുന്ന വലിയ വിലയെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും ഇതൊരു നല്ല ശീലമല്ല. നിങ്ങളുടെ ആ ഒരു സ്ഥാനം നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ നിങ്ങൾ ഒരുപാട് മാറ്റിവെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും തിരികെ നിങ്ങളെ സഹായിക്കാൻ വന്നാൽ അതൊരു വലിയ ഭാരമായി, അഥവാ ഒരു ഇംബാലൻസ്ഡ് റെസിപ്രോസിറ്റിയായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഇതുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥാനത്ത് യാതൊരു കഷ്ടപ്പാടുമില്ലാതെ പുതിയതായി മറ്റൊരാൾ കടന്നുവരുമ്പോൾ നിങ്ങൾ ചെയ്ത ഈ വലിയ ത്യാഗങ്ങളെല്ലാം വെറുതെയാകുമോ എന്ന് വലിയൊരു പേടി നിങ്ങളിലുണ്ടാകുന്നത്. ആറാമതായി, നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുക. അതിജീവനത്തിന്റെ ഈ കെണിയിൽ നിന്ന് പുറത്തുകിടക്കാനും കാര്യങ്ങളെ അതിന്റെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാനുമുള്ള സമയമാണിത്. നിങ്ങളുടെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് നമ്മൾ തീർച്ചയായും തിരിച്ചറിയണം. നമ്മൾ എത്തിനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ഇതാണ്: നിങ്ങളുടെ വില ഇരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ല, മറിച്ച് നിങ്ങൾ ആരാണ് എന്നതിലാണ്. അതെ, സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും വേണ്ടി നിങ്ങൾ എപ്പോഴും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു ഉപകരണമാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ നിങ്ങളായതുകൊണ്ട് മാത്രം സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളാണ് എന്നാദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. സ്നേഹിക്കപ്പെടാനുള്ള അവകാശം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെട്ട് നേടേണ്ടതില്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാകുമായിരുന്നു? ഈ ചോദ്യം മനസ്സിലിരിക്കട്ടെ. മറ്റുള്ളവരാൽ റീപ്ലേസ് ചെയ്യപ്പെടുമോ എന്ന ഭയമില്ലാത്ത തികച്ചും സ്വതന്ത്രമായ ഒരു ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ സങ്കല്പിച്ചു നോക്കൂ. സ്വയം തിരിച്ചറിയാനുള്ള ഇത്തരം അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.